ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനുമോൾക്ക് ഹിൻസ് ഒന്നും തന്നെ ഫാമിലി വന്നിട്ട് കൊടുത്തിട്ടില്ല. ഉപദേശങ്ങളാണ് മെയിനായിട്ട് കൊടുത്തത്. മെയിനായിട്ട് കരയാതിരിക്കണം, ഇമോഷണൽ ആവാതിരിക്കണം, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെയാണ് ചേച്ചി അമ്മയും കൂടി അനുമോളുടെ അടുത്ത് പറഞ്ഞത്. നിന്റെ പ്രയാസമാണ് ഞങ്ങളുടെ പ്രയാസം എന്ന് എടുത്തു പറഞ്ഞു. അനുമോളുടെ അമ്മ അത് പറയുന്നുണ്ട്. ഇനിയും 7ന്റെ പണിയൊക്കെ ആയിട്ട് ലാലേട്ടൻ വരും. ആ സമയത്തൊന്നും തളരാതെ കൂളായിട്ട് നിൽക്കണമെന്നും കരയാതിരിക്കണമെന്നും ഒക്കെ ഇവര് പറയുന്നുണ്ട്. പിന്നെ അനുമോൾ അന്ന് സ്ട്രോങ് ആയിട്ട് നിന്നല്ല, ഒരു മറ്റേ കേസ് വന്നപ്പോൾ അനുമോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. അതേപോലൊക്കെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അനുമോളുടെ ചേച്ചി പറയുന്ന ഒരു കാര്യമാണ് കിച്ചണിലായിട്ട് ഒതുങ്ങി പോകരുത് എന്ന്. 2-3 ആഴ്ചയായിട്ട് അനുമോൾ അടുക്കള ഭരണമൊക്കെ ആയിരുന്നു എന്നൊരു കാര്യം ഇവർ വളരെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. പുറത്ത് നല്ല ഫാൻസ് ഉണ്ട്, ആരാധകരുണ്ട്, ധൈര്യമായി കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. പിന്നെ എന്താണ് അനുമോള് സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്ലാങ്, ടോണ്, ഇതൊക്കെ ഒരു പ്രശ്നമാവുന്ന ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർ ചേച്ചിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന് അനുമോള് ചേച്ചിയായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ആദിലയോട് ആദ്യമൊക്കെ ഇവർക്ക് ദേഷ്യമായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടൊക്കെയാണ് രണ്ടുപേരും പോയത്. വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള രണ്ടുപേരാണ് കേട്ടോ. അവർക്കായിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് ഒക്കെ കൊടുത്തിരുന്നു. അത് നമ്മൾ എപ്പിസോഡിൽ കാണും. കണ്ടിട്ട് അതിനെപ്പറ്റി പറയുന്നതല്ലേ നല്ലത്. ഇതൊക്കെയായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റ്. ഇവര് കുറച്ചു മുമ്പാണ് പോയത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.